ഞാൻ എന്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം അറിയിക്കാൻ വന്നതാ. തുറന്ന മനസ്സോടെ നിങ്ങളും എന്റെ ആഗ്രഹത്തെ മാനിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ആരെയും സഹായവും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട ഞാൻ എന്റെ 3 മക്കളെ വളർത്തിയത്. എന്റെ മക്കളുടെ കളിക്കൂട്ടുകാരെയും ഗുരുവും ഡോക്ടറും വഴികാട്ടിയും ഏറ്റവും വലിയ കൂട്ടുകാരെയും ചിലപ്പോക്കെ ഏറ്റവും വലിയ ശത്രുവും ഞാൻ തന്നെയാ. മാതൃത്വം ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഡിഗ്രിയാ. വേറെ ഒരു ഡിഗ്രിയും സർട്ടിഫിക്കറ്റും സത്യത്തിൽ അവർക്ക് ആവശ്യമില്ല. പക്ഷേ വീടിന്റെ 4 ചുമരുകൾക്ക് പുറത്ത് എവിടെ ചെന്നാലും എന്ത് ചെയ്യണമെങ്കിലും അവിടെ എല്ലാം വേണ്ടത് വിദ്യാലയങ്ങളിലെ പരീക്ഷ ജയിച്ച സർട്ടിഫിക്കറ്റുകളാ. അതിന്റെ കുറവ് എല്ലാ സ്ഥലത്തും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മോളുടെ ട്യൂഷൻ ക്ലാസ് മുതൽ മോന്റെ കല്യാണ കാര്യത്തിൽ വരെ അതിന്റെ കുറവ് ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കറണ്ട് ബില്ല് അടയ്ക്കുന്നത് മുതൽ സർക്കാർ ഓഫീസിലെ കാര്യങ്ങൾ സാധിക്കുന്നതിന് വരെ ഈ പഠിപ്പില്ലായ്മ എന്നെ ബാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ഇല്ലായ്മ എല്ലാ ദുരിതങ്ങളുടെയും അമ്മയാണെന്ന് മാധവമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ശാപം എന്റെ തലേന്ന് മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാരും പിന്തുണച്ചാലേ എനിക്കതിന് സാധിക്കുള്ളൂ. സുധാമണിയുടെ നിസ്സഹായാവസ്ഥയും ഈ പ്രായത്തിൽ പഠിക്കാനുള്ള ആഗ്രഹവും ഞങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങളെ സ്കൂളിൽ ചേർക്കാനുള്ള വകുപ്പ് സ്കൂൾ നിയമങ്ങളിൽ ഇല്ല സുധാമണി. ഇപ്പൊ ഇല്ലായിരിക്കും, പക്ഷെ എന്തിനും ഏതിനും ഒരു തുടക്കം എപ്പായാലും ഉണ്ടാവണ്ടല്ലേ. പ്രായമായവരെയും സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന്റെ തുടക്കം എന്നിലൂടെ ഈ സ്കൂളിൽ നിന്നാവാലോ. എന്റെ ആവശ്യം ന്യായമല്ലേ സാർ? അതെ. ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യമായി പറഞ്ഞപ്പോ ഗലീലിയോയെ ആളുകൾ കളിയാക്കി. പുരോഗമനവാദികളായ രാജാറാം മോഹൻ റോയിയും ഗായത്രി ബായിയെ മറ്റും ആളുകൾ പുച്ഛത്തോടെ നോക്കിയിരുന്നു. സത്യാഗ്രഹവും അഹിംസയും തുടക്കത്തിൽ അവഗണിക്കപ്പെട്ട ആശയങ്ങളായിരുന്നു. തങ്ങളെ പുച്ഛിക്കുകയും അവഗണിക്കുകയും ചെയ്ത സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം മാർഗം വെട്ടിത്തെളിച്ച മനുഷ്യർ പിന്നീട് ആദരിക്കപ്പെട്ട ചരിത്രമേ ഉള്ളൂ. അത്തരമൊരു വെല്ലുവിളി നമുക്ക് ഏറ്റെടുത്തൂടെ? അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നമുക്ക് മുമ്പിലുള്ളത്. എത്രയോ നേരത്തെ ആകേണ്ടതായിരുന്നു. ബട്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. സുധാമണി ആവശ്യപ്പെടുന്നതും നമുക്ക് ചെയ്യാനുള്ളതും അസാധ്യമായ ഒരു കാര്യമല്ല. പഠിക്കണമെന്ന ന്യായമായ ഒരു ആവശ്യം മാത്രമേ ഇവർക്കുള്ളൂ. അത് നിറവേറ്റുക എന്നുള്ളത് ഒരു വിദ്യാലയത്തിന്റെ പ്രാഥമിക ധർമ്മമാണ്. പഠിക്കാനുള്ള ഒരുവരുടെ ന്യായമായ അവകാശം നമ്മൾ അധ്യാപകർ തന്നെ നിഷേധിച്ചാൽ അത് നമ്മൾ നമ്മളോടും സുധാമണിയോടും ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും. വിശ്വനാഥൻ സാർ, ഈ ചർച്ച നമ്മൾ ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട്. ആദർശത്തിന്റെ ലോകവും യഥാർത്ഥ ലോകവും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പറഞ്ഞത് സത്യ. വീട്ടിലുള്ള ആണുങ്ങളുടെയും കുട്ടികളുടെയും കാര്യം കഴിഞ്ഞിട്ടേ സ്ത്രീകളുടെ കാര്യം പരിഗണിക്കപ്പെടലുള്ളൂ. അതാണ് സത്യം. പക്ഷെ ഒരു വീട്ടമ്മ എന്നുള്ള നിലയില് എനിക്ക് യാതൊരു പരാതിയുമില്ല. ഞാൻ ഈ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ബാക്കി കിട്ടുന്ന കുറച്ച് സമയം പഠിക്കാനായിട്ട് ഞാൻ നീക്കിവെക്കുന്നു. ഈ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റിയ വേറൊരു സ്കൂളെന്ന് പറഞ്ഞതാ. ഈ മൗനാന്ന് സഹായം തേടി ഒരു പിച്ചക്കാരിനെ പോലെ എന്നെ ഇങ്ങളെ മുന്നിലെത്തിച്ച്. എന്റെ ബുദ്ധിക്ക് കുറച്ച് വളം ഇടണമെന്ന് മാത്രമേ ഞാനിപ്പോ ആവശ്യപ്പെടുന്നുള്ളൂ. എന്റെ കോളനിയിലുള്ള അൻസാരി വക്കീൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം ഒരാളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്. അതന്നെ. അതുകൊണ്ട് നിയമപരമായി ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം എനിക്ക് അവകാശപ്പെട്ടതല്ലേ. രാത്രിയും പകലും ഒന്നില്ലാണ്ട് പണിയെടുത്ത് എന്റെ കയ്യിൽ നിന്ന് മാഞ്ഞു പോയ വിദ്യാരേഖ പിന്നെയും എന്റെ കയ്യിൽ വരച്ചു ചേർക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരിക്കും, പക്ഷെ പരിശ്രമിക്കാൻ അറിയാം. ഒരിക്കലും ഞാൻ നിങ്ങളെ ഒന്നും നിരാശപ്പെടുത്തൂല. ഒന്ന് നിവർന്നു നിൽക്കാൻ ഞാൻ നിങ്ങളെല്ലാം മുന്നിൽ അഭിമാനം വെടിഞ്ഞ് യാചിക്കുകയാണ്.
കൈവിടരുത്. എടാ, നീ ആ പഴയ കൂൾ ഡ്രിങ്ക്സ് കുട്ടിയല്ലേ? ട്യൂഷൻ സെന്ററിന് പുറത്ത് മീനാക്ഷിന്റെ ഒന്നിച്ച് ഒരു കുപ്പിയിൽ 2 കുഴലിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചത് നീയല്ലേ? ആ അതെ ആന്റി. നീ ആള് കൊള്ളാലോ. ഒന്നിച്ച് പഠിക്കുന്ന ഒരു പെൺകുട്ടീന കൂൾ ഡ്രിങ്ക്സ് കടയിൽ വിളിച്ചോണ്ട് പോയി ഒരു കുപ്പിയില് 2 കുഴലിട്ടിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിക്കാൻ എനിക്ക് എത്ര ധൈര്യം വേണടാ? ഇന്നത്തെ കാലത്ത് അതത്ര വലിയ സംഭവമൊന്നും അല്ല ആന്റി. അതെ, നീ എന്നെ പഠിപ്പിക്കാൻ നിക്കണ്ട. ഡാ, ഇതും എടുത്തിട്ട് സ്ഥലം കാലിയാക്കിയ. ആന്റി ഞങ്ങളുടെ കൂൾ ഡ്രിങ്ക്സിനോടുള്ള ദേഷ്യം എന്തിനാ ഈ ബർഗറിനോട് കാണിക്കുന്നേ? ഈ ബർഗർ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. കൂടുതൽ സംസാരിക്കണ്ടെന്നല്ലേ ഞാൻ എന്നോട് പറഞ്ഞേ? സത്യത്തിൽ ഇത് ഞാൻ ആന്റിക്കായി വാങ്ങിയതല്ല, ആന്റിക്ക് തരാനായി വിശ്വനാഥൻ സാർ എന്റെ ഏൽപ്പിച്ചതാ. ഇത് വിശ്വനാഥ് സാർ തന്നയച്ച? അതെ. ഇനി കഴിക്കുന്നതും കഴിക്കാത്തതും ആന്റിയുടെ ഇഷ്ടം. വോട്ടവകാശമുള്ളത് ഈ കൂട്ടത്തിൽ 4 പേർക്കാണ്. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാവും തീരുമാനം. പ്രിൻസിപ്പൽ എന്തു പറയുന്നു? വിദ്യാഭ്യാസം പിള്ളേരുകളിയല്ല സർ. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഇറ്റ്സ് എ സീരിയസ് ബിസിനസ്. അതിലുപരി നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. അതൊക്കെ കണക്കിലെടുത്താ ഈ സ്കൂൾ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി എങ്ങനെ വയലേറ്റ് ചെയ്യാൻ സാധിക്കും? ഐ എം സോറി സർ. സുധാമണിക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കേ. ആന്റിക്ക് ബർഗർ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അമീർ, നീ എന്തിനാണ് എന്റെ അമ്മയെ പണിയടിക്കുന്നത്? വാട്ട് ഈസ് ദ ഇന്റൻഷൻ ബിഹൈൻഡ് ഇറ്റ്? എനിക്ക് യാതൊരു ഇന്റൻഷനും ഇല്ല. നിന്റെ അമ്മ രാവിലെ മുതൽ ടെൻഷനായി നിൽക്കുക. അതുകൊണ്ട് തന്നെയാ ഞാൻ ആഹാരം കഴിക്കുമ്പോൾ അതിലൊരു ഭാഗം ആന്റിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. സത്യത്തിൽ ഇത് നീ ചെയ്യേണ്ടതായിരുന്നു. അത് നീ ചെയ്യാത്തതുകൊണ്ടാ ഈ ഒരു നല്ല കാര്യം ഞാൻ ചെയ്തത്. ഇനി മുതൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും നീ ചെയ്യണ്ട. ഇനി നീ അമ്മയുടെ പക്ഷം പിടിച്ചാൽ ഞാനും നീയും തമ്മിൽ ബാക്കിയുള്ള സൗഹൃദം കൂടി ഇല്ലാണ്ടാവും. ഫ്രണ്ട്ഷിപ്പിന് ഇങ്ങനെ നിബന്ധനകൾ വെക്കുന്നതിൽ എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഞാൻ നിന്റെ അമ്മയുടെ പക്ഷം പിടിക്കുന്നതിൽ എന്താ തെറ്റ്? അമ്മ ഇപ്പൊ എന്റെ എതിരാളിയായിട്ടാ നിൽക്കുന്നത്. 2 എതിരാളികളെ ഒരുമിച്ച് പിന്തുണയ്ക്കുന്നത് നല്ലതല്ല അമീർ. അതുകൊണ്ട് 2 പേരിൽ ഒരാളെ നീ തന്നെ തിരഞ്ഞെടുക്കണം. ഇതെന്താ നിയമസഭാ ഇലക്ഷൻ ആണോ? എന്നെ കൊണ്ട് അതൊന്നും കഴിയില്ല. ചായ ജിഞ്ചറും കറുകപ്പട്ടയും പുതിനയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഇതും വിശ്വനാഥ് സാർ കൊടുത്തയച്ചാണോ? അതെ. ഈ ചായയും ഭക്ഷണവും നൽകാൻ കാണിച്ച സന്മനസ് എന്റെ അഡ്മിഷന്റെ കാര്യത്തിലും വിശ്വനാഥ് സാർ കാണിച്ചാൽ മതിയാനുപ്പാ. ഇന്നമ്മ സ്കൂളിൽ നിന്ന് ചായയും ഭക്ഷണവും കഴിച്ചു. നാളെ ഇവർ സ്കൂൾ ക്യാൻറ്റീനിൽ കയറി ഭക്ഷണം ആരംഭിക്കും. എന്നെ രക്ഷിക്കാൻ ഈശ്വരന് മാത്രമേ കഴിയൂ. I totally agree with Arundhati ma'am.
നമ്മുടെ സ്കൂൾ ഈ നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്കൂളുകളിൽ ഒന്നാണ്. വെറുതെ നമുക്കെതിരെ വിരൽ ചൂണ്ടാനുള്ള അവസരം നമ്മളായിട്ട് തന്നെ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ഇത്തരം ഒരു തീരുമാനവുമായി മുമ്പോട്ട് പോയാൽ നമ്മുടെ ലൈസൻസ് വരെ റദ്ദാകാനുള്ള സാധ്യതയുണ്ട്. സോ സുധാമണിയെ സ്കൂളിലേക്ക് എടുക്കരുത് എന്ന പക്ഷക്കാരനാണ് ഞാൻ. ബാലു, അപർണ ഇന്ന് ഓഫീസിൽ വന്നില്ല. അതുകൊണ്ടൊന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നതാ. അതിനെന്താ, കം കം. ആ ബാലു ഇരിക്കൂ. അങ്കിൾ, ഐ എം റിയലി സോറി. ഇന്നലത്തെ പാർട്ടിക്ക് വരാൻ പറ്റാത്തത്. അതിന് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല ബാലു. കാര്യങ്ങളൊക്കെ അപർണ പറഞ്ഞറിഞ്ഞു. ഹലോ ആന്റി. ബാലുന് കുടിക്കാൻ എന്താ, ചായയോ കോഫിയോ? ഒന്നും വേണ്ട ആന്റി. വീട്ടിലെല്ലാരും ഓക്കെ അല്ലേ? എന്തോക്കെ. ഈ പ്രശ്നം പെട്ടെന്നൊന്നും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം മൗലികമാണ്, ഭരണഘടനാപരമാണ്. അതിനെ നമ്മൾ മാനിച്ചേ മതിയാകൂ. എന്ത് വില കൊടുത്തും വിദ്യാർത്ഥികളിലേക്ക് വിദ്യ പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ധർമ്മമാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അതിന് മാർഗം ഒരു വിഷയമേ അല്ല. സുധാമണിക്ക് വേണ്ടി വിശ്വനാഥൻ സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ സാറിന്റെ പക്ഷത്താണ്. ഐ വോട്ട് ഫോർ സുധാമണി. ഇനിയൊരു പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് നിങ്ങൾ കളിയാക്കാതിരിക്കാൻ സുധാമണി നിങ്ങളെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നതും ആവാലോ. അതിന് സാധ്യതയില്ല ആന്റി. അമ്മ അങ്ങനെ വെറുതെ ഭീഷണി ഇറക്കുന്ന ആളൊന്നുമല്ല. കാര്യങ്ങളുടെ പോക്ക് വെച്ച് നോക്കുമ്പോ ഇത് അമ്മയുടെ ഉറച്ച തീരുമാനമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, അമ്മ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് 100 പ്രാവശ്യം ചിന്തിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ അത് എന്നോട് പോലും പറയാറുള്ളൂ. സുധാമണി ഒരു പ്രത്യേക ടൈപ്പാ. അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് നിങ്ങൾ അതിനോട് സഹകരിക്കാ വേണ്ടത്. മഹേഷ്, എന്താ ഈ പറയുന്നേ? ഈ പിള്ളേരൊക്കെ വളർന്നു കഴിഞ്ഞില്ലേ? അവരെ നാണം കെടുത്താതിരിക്കാൻ സുധാമണിയല്ലേ അവരുമായിട്ട് സഹകരിക്കേണ്ടത്? സുധാമണിയുടെ ആഗ്രഹത്തെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല യാമിനി. മാത്രമല്ല, ഏത് പ്രായത്തിലായാലും പഠിക്കാൻ തോന്നുന്നത് ഒരു വലിയ കാര്യം തന്നെയാ. പക്ഷെ അത് സ്വന്തം കുഞ്ഞുങ്ങളുടെ സ്വസ്ഥത നശിപ്പിച്ചിട്ട് വേണോ? റെഗുലർ ക്ലാസ് അല്ലാതെ പഠിക്കാൻ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഞാനും അത് പറഞ്ഞതാ. അതൊന്നും പക്ഷേ അമ്മയുടെ തലയിലോട്ട് കേറുന്നില്ല. സ്കൂളിലിപ്പോ അമ്മയുടെ അഡ്മിഷന്റെ കാര്യത്തിനായുള്ള ബോർഡ് മെമ്പേഴ്സിന്റെ മീറ്റിംഗ് നടക്കുക. അമ്മ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. എന്താവൂന്ന് കണ്ടറിയണം. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അയാളുടെ വയസ്സ് ഒരിക്കലും ഒരു തടസ്സമാകാൻ പാടില്ല. സർ, ഒരു വിദ്യാർത്ഥിയെ സഹായിക്കാനുള്ള അവസരവും അധികാരവും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവരെ സഹായിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ പിന്നെ അധികാരം കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് സുധാമണിക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ നൽകുന്നതിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ് സർ. ഈ തീരുമാനം സുധാമണിക്ക് അനുകൂലമായി വന്നാൽ അതൊരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന് ഉറപ്പാണ്. ഇക്കാര്യത്തിൽ എന്റെ പരിപൂർണ പിന്തുണയുണ്ടാവും സർ. So I am voting in favor of Sudhamani. കിട്ടിയ സർ, എനിക്ക് അഡ്മിഷൻ കിട്ടിയ. വോട്ടിംഗ് ടൈ ആയി സുധാമണി. ടൈയോ? അതെ. എന്നുവെച്ചാ
ഞാൻ ഒഴികെയുള്ള 2 പേർ സുധാമണിക്ക് അനുകൂലമായും 2 പേർ സുധാമണിയുടെ അഡ്മിഷനെ എതിർത്തും വോട്ട് ചെയ്തു. സോ ഇറ്റ്സ് എ ടൈ. അത് സാരമില്ല. ക്രിക്കറ്റില് സാറ് കണ്ടിട്ടില്ലേ, 2 ടീമുകൾക്ക് ഒരേ സ്കോർ വന്നാ പിന്നെ സൂപ്പർ ഓവറില ആര് ജയിക്കുന്നു തീരുമാനിക്കുന്നത്. ഈടിയും സൂപ്പർ ഓവറിൽ നമ്മൾ ഉറപ്പായിട്ട് ജയിക്കും. അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? 2 ആൾ എന്റെ ഭാഗത്തും 2 ആൾ എനിക്കെതിരെ നിൽക്കുമല്ലോ ഇപ്പോ. അതെ. സാറിന്റെ വോട്ട് എനിക്ക് തന്നാ മതി. അപ്പോ 3-2 ആവൂലേ? അങ്ങനെ നോക്കുമ്പോ നമ്മൾ ജയിച്ചില്ലേ? ഇല്ല സുധാമണി, അത് നടക്കില്ല. എനിക്കിതിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം സുധാമണിയുടെ ആപ്ലിക്കേഷൻ ഞാനാണ് പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ റൂൾസ് പ്രകാരം പ്രപ്പോസൽ വച്ച ആൾക്ക് വോട്ടവകാശമില്ല. കുടുങ്ങിയല്ലോ എന്റെ മുത്തപ്പ. അപ്പൊ എതിർത്തും അനുകൂലിച്ചും 2 വോട്ടുകൾ വീതം വീണ നിലക്ക് തീരുമാനം എടുക്കാനായി 1 വോട്ട് കൂടി വേണ്ടേ? എക്സാക്ട്ലി. അതിനായി ഞാൻ ഹരീഷൻ സാറിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും ഈ തർക്കത്തിൽ 5ാമത്തെ വോട്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ വോട്ട് സുധാമണിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. എന്തെന്നായിരിക്കും ഹരികൃഷ്ണൻ സാറിന്റെ തീരുമാനം? അതെനിക്ക് പറയാൻ കഴിയില്ലല്ലോ. ഹരീഷൻ സാർ ചെറുപ്പമാണ്, ബുദ്ധിശാലിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ആർക്കും പ്രവചിക്കാനാവില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്തെന്ന്? അനുകൂലമായ ഒരു തീരുമാനം ഹരികൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കതല്ലേ പറ്റൂ. ഓൾ ദ ബെസ്റ്റ്. ഈ സസ്പെൻസ് ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ ഈശ്വര. ഇനി മുന്നോട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ആ ഹരികൃഷ്ണൻ സാറിന്റെ കയ്യിലാണല്ലോ. എന്റെ മുത്തപ്പ, എന്നെ കൈവിട്ട് കളയല്ലേ. ഓഹോ, അപ്പൊ നീയാണല്ലേ ഇവിടത്തെ പൂക്കളൊക്കെ മോഷിച്ചോണ്ട് പോകുന്നത്? എനിക്കെന്താ കണ്ണ് കണ്ടൂടെ? ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കുക. അയ്യോ, ആണോ? പക്ഷെ ഇപ്പോഴല്ല, നല്ല മഴ പെയ്യേണ്ട സമയത്താ ഒഴിക്കേണ്ടത്. ഒന്ന് പോടാ, അവന്റെ ഓന കോമഡി. അതെ സാഗരെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ ഇരിക്കുവായിരുന്നു. എന്താ? സുധാന്റിയുടെ സ്കൂളിൽ പോക്കിനെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? ഇതിന്റെ പേരിൽ ഇന്ന് കോളനിയിൽ നടന്ന ഇഷ്യൂ കണ്ടപ്പോ സത്യത്തിൽ അമ്മ സ്കൂളിൽ പഠിക്കാനല്ല വല്ല ബാങ്കും കൊള്ളയടിക്കാൻ പോകുന്നെന്നാ എനിക്ക് തോന്നിയത്. സത്യ, ഇതിന്റെ പേരില് ആന്റി ഇത്രയൊന്നും ക്രൂശിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അമ്മ സ്കൂളിൽ പോകുന്ന കാര്യത്തിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ സ്കൂളിലായാലും കോളേജിലായാലും ഈ പ്രായത്തിൽ ചെന്ന് കയറി കൊടുത്ത കുട്ടികളുടെ അടുത്തുനിന്ന് ഒരുപാട് പരിഹാസം സഹിക്കേണ്ടി വരും. അതൊക്കെ അമ്മ എങ്ങനെ എടുക്കുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അമ്മയ്ക്കാണെങ്കിൽ മൂക്കിന്റെ അറ്റത്താ ശുണ്ടി. എന്തായാലും സ്കൂളില് ഈ കോളേജിലെ പോലെ റാഗിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അമ്മയ്ക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ അമ്മ അത് ചെയ്തേ അടങ്ങും. അത് ശരിയാ. പക്ഷേ 2 പേരെ എങ്ങനെ ഡീൽ ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. വീട്ടിൽ മീനാക്ഷിയും കോളനിയിൽ നിന്റെ അച്ഛൻ. അങ്ങേര് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ നീയും കേട്ടതല്ലേ? അച്ഛന് ആന്റിയോട് എന്തിനാ ഇത്ര വൈരാഗ്യം എന്നൊന്നും എനിക്കറിയില്ല. അച്ഛന് വായിൽ ഒന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അതിന് ഞാൻ മീനാക്ഷിയോട് സോറിയും പറഞ്ഞതാ. ഞാനൊരു കാര്യം പറയട്ടെ. കോളേജിലെ ആ വട്ടി ചെറുക്കന്മാരോടൊക്കെ ധൈര്യത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നീ ഉണ്ടെന്ന ധൈര്യത്തിലാ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ നീ ഇത് ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ. ആ സെക്യൂരിറ്റി എനിക്കിരുന്ന ധൈര്യം ചെറുതൊന്നുമല്ല. നീ എന്താ ഈ പറഞ്ഞോണ്ട് വരുന്നേ? നിന്നിൽ നിന്നും കിട്ടുന്ന ആ സുരക്ഷിതത്വം സത്യത്തിൽ ഇപ്പൊ വേണ്ടത് സുധാന്റിക്കാ. സുധാന്റി പുറമെ കാണിക്കുന്ന ധൈര്യവും അഭ്യാസവും ഒക്കെ ഉള്ളൂ. ആള് ഭയങ്കര സെൻസിറ്റീവാ. സുധാന്റിക്ക് നീ മാക്സിമം സപ്പോർട്ട് കൊടുക്കണം. നീ സപ്പോർട്ട് ചെയ്ത് കാണുമ്പോ ചിലപ്പോ മീനാക്ഷിക്ക് ഈ കാര്യത്തിനോടുള്ള പെർസ്പെക്റ്റീവ് തന്നെ മാറിപ്പോ. സ്കൂളിൽ ഇപ്പോ അമ്മയുടെ അഡ്മിഷന് വേണ്ടിയുള്ള വോട്ടിംഗ് നടക്കുക. അഡ്മിഷൻ കിട്ടിയ മീനാക്ഷിക്ക് ഭ്രാന്താകും, കിട്ടിയില്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടാവും. ആർക്കൊപ്പം നിൽക്കണമെന്നുള്ള കാര്യത്തിൽ ഞാനിപ്പോ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. അതെ, നിനക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. ആന്റിയുടെ ഭാഗത്ത് തന്നെ നിന്നാ മതി. ഇത്രയും കാലം ഒരു അല്ലലും ഇല്ലാണ്ട് നിന്നെ നോക്കിയതല്ലേ. അപ്പൊ ആന്റിക്ക് ഒരു ആവശ്യം വരുമ്പോ നീ ഒപ്പം നിൽക്കണം.
ഹരീഷ് സർ ചെറുപ്പമാണ്, ബുദ്ധിശാലിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ആർക്കും പ്രവചിക്കാനാവില്ല. സുധാമണിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്.